ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ജൂൾസ് ലോയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഈ ഒരു സെഷനിൽ റെസിസ്റ്റേഴ്സ്, പ്രതിരോധകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഫിഗർ ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് ഫിഗർ എ ആണ്, ഇത് ഫിഗർ ബി. അപ്പൊ ആദ്യത്തെ ചിത്രത്തില് B1 എന്ന് പറയുന്ന ബൾബ്, B2 എന്ന് പറയുന്ന ബൾബ്, രണ്ടാമത്തെ ചിത്രത്തിലും B1 B2 എന്ന് പറയുന്ന ബൾബാണ്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള കണക്ഷനാണ്, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതേതാണ് കണക്ഷൻ എന്ന് പറയുന്നത്? സീരീസ് ആണ്. സീരീസ് അഥവാ ശ്രേണിയാണ്. ഇത് സമാന്തരം അഥവാ പാരലൽ ആണ്. അപ്പൊ എങ്ങനെയാണ് ശ്രേണി അല്ലെങ്കിൽ സമാന്തരം എന്നുള്ളത് മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പൊ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്താൽ ഇവിടെ കറണ്ട് എന്ത് ചെയ്യാണ്? ഇവിടെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാണ്, അല്ലെ? അപ്പൊ ഇതില് പോസിറ്റീവിൽ നിന്ന് കറണ്ട് പാസ് ചെയ്തു, ബൾബിലൂടെ പാസ് ചെയ്തു, എവിടെ എത്തി? നെഗറ്റീവിലെത്തി, അല്ലെ? അപ്പൊ ഇവിടെ I എന്ന് പറയുന്ന കറണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒഴുകുന്നത്. അപ്പൊ B1 എന്ന് പറയുന്ന ബൾബിലൂടെയും B2 എന്ന് പറയുന്ന ബൾബിലൂടെയും ഒരേ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെ? എന്നാൽ സമാന്തരത്തിലുള്ള പ്രത്യേകത നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കി എന്താണ്? കറണ്ട് തുല്യമായിരിക്കും, സെയിം കറണ്ടാണ്. എന്നാൽ ഈ ഒരു ചിത്രം നോക്കുക, സമാന്തരം അഥവാ പാരലൽ എന്ന് പറയുന്നത്. അപ്പൊ അതില് കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്തു. ഈ കറണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതെന്താണ്? അതൊരു ജംഗ്ഷനാണ്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പല പല വഴികളിലൂടെ നമ്മൾ പോകും, അല്ലെ? പല പല ഭാഗത്തേക്ക് പോകും. അതേപോലെ ഇതൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ കുറച്ച് കറണ്ട് എന്ത് ചെയ്യും? B1 എന്ന് പറയുന്ന ബൾബിലൂടെ ഒഴുകും, ബാക്കി കറണ്ട് എന്ത് ചെയ്യും? B2 എന്ന് പറയുന്ന ബൾബിലൂടെ ഒഴുകും. അപ്പൊ സമാന്തരം, പാരലൽ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കുക. കറണ്ട് ഡിഫറന്റ് ആയിരിക്കും, അതായത് വ്യത്യസ്തമായിരിക്കും. അപ്പൊ എന്താണ്? ശ്രേണിയില് കറണ്ട് തുല്യമായിരിക്കും, സമാന്തരത്തില് കറണ്ട് ഡിഫറന്റ്, വ്യത്യസ്തമായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചിത്രത്തില് നമ്മൾ ഒരു ബൾബ് ഊരി മാറ്റാൻ വിചാരിക്കും. ഇപ്പൊ B2 എന്ന് പറയുന്ന ബൾബ് ഊരി മാറ്റാം. എന്താണ് സംഭവിക്കുക? ഇപ്പൊ ഇവിടെ B2 എന്ന് പറയുന്ന ബൾബ് ഊരി മാറ്റി കഴിഞ്ഞാൽ B1 പ്രകാശിക്കും. ഇപ്പൊ നമ്മളിവിടെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്, B1 ഉം B2 ഉം പ്രകാശിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ B2 എന്ന് പറയുന്ന ബൾബ് ഊരി മാറ്റി. അതേപോലെ ഈ ഒരു ചിത്രത്തിലും B2 എന്ന് പറയുന്ന ബൾബ് ഊരി മാറ്റി. എന്താണ് സംഭവിക്കുക? പറയാൻ പറ്റുമോ? ആദ്യത്തെ സർക്യൂട്ടില് B2 എന്ന് പറയുന്ന ബൾബ് ഊരി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ കറണ്ടിന് ഒഴുകാൻ പറ്റുന്നില്ല, അല്ലെ? കാരണം ഇവിടെ ഒരു ബ്രേക്കേജ് വന്നു. സീരീസ് അഥവാ ശ്രേണിയില് കറണ്ടിന് ഒഴുകാൻ ആകെ ഒരൊറ്റ പാത്തുള്ളൂ, ഈ ഒരൊറ്റ പാത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പാത്ത് അവിടെ ബ്രേക്കേജ് വന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? B1 എന്ന് പറയുന്ന ബൾബ് അവിടെ പ്രകാശിക്കില്ല. സമാന്തരത്തിൽ V2 എന്ന് പറയുന്ന ബൾബ് ഊരി മാറ്റിയാലും കറണ്ട് V1 എന്ന് പറയുന്ന പാത്തിലൂടെയും ഒഴുകുന്നുണ്ട്. അവിടെ ഒന്നിലധികം പാത്ത് ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് ഇവിടെ B1 എന്ന് പറയുന്ന ബൾബിന് യാതൊന്നും സംഭവിക്കില്ല. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? സീരീസ് അഥവാ ശ്രേണിയിൽ ഇവിടെ ഒരു ബൾബ് ഊരി മാറ്റിയപ്പോ അടുത്ത ബൾബിനെ അത് ബാധിച്ചു. അപ്പൊ അടുത്ത ബൾബ് എന്ത് ചെയ്യും? പ്രകാശിക്കില്ല. സമാന്തരം അഥവാ പാരലലില് കറണ്ടിന് ഒഴുകാൻ വ്യത്യസ്ത പാത്ത് ഉള്ളത് കൊണ്ട് ഒരു ബൾബ് ഊരി മാറ്റിയാൽ മറ്റുള്ള ബൾബുകൾ എന്ത് ചെയ്യും? പ്രകാശിക്കും. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, സീരീസ് അഥവാ ശ്രേണി, സമാന്തരം, പാരലൽ, അതിന്റെ രണ്ട് പ്രത്യേകതകളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന്, സീരീസ് അഥവാ ശ്രേണിയിൽ കറണ്ട് തുല്യമായിരിക്കും. പാരലൽ അഥവാ സമാന്തരം വോൾട്ടേജ് അല്ല, കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ ഇതിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. സീരീസിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ സമാന്തരം അഥവാ പാരലൽ കണക്ഷനിൽ എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കും. ഈ ഒരു കാരണം കൊണ്ട് കൂടിയാണ് നമ്മൾ വീടുകളിൽ വയറിങ് അവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? പാരലൽ കണക്ഷനാണ്, സമാന്തര രീതിയാണ്. ഓക്കെ, അപ്പൊ മറ്റൊരു പോയിന്റ് നമുക്ക് പറയാം. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, അപ്പൊ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം വളരെ കൂടുതലായിരിക്കും. ഏതില്? സീരീസില് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം വളരെ കൂടുതലായിരിക്കും. പാരലൽ ആണെങ്കിലോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം വളരെയധികം കുറവായിരിക്കും. എക്സാമ്പിൾ ആയിട്ട്, രണ്ട് പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ R is equal to R1 plus R2. ഇപ്പൊ എക്സാമ്പിള് 2 ഓം ആണ്. 2 ഓമിന്റെ രണ്ട് റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 plus 2 എത്ര വരിക? 4 ഓം വരും. നേരെ മറിച്ച് ഇതേ 2 ഓം സമാന്തരമായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ സമവാക്യം ഇതാണ് വരിക: 1/R സമം 1/R1 plus 1/R2. അപ്പൊ 1/2 plus 1/2 ആണ് വരിക. 1/2 plus 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/2, അതായത് 1 ഓം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. സീരീസ് അഥവാ ശ്രേണിയില് 2 ഓം കണക്ട് ചെയ്തപ്പോൾ 4 ഓം പ്രതിരോധം കിട്ടി, റെസിസ്റ്റൻസ് കിട്ടി. എന്നാൽ സമാന്തരമായിട്ടാണ് 2 ഓം കണക്ട് ചെയ്തത് എങ്കിൽ അവിടെ കിട്ടിയത് എത്രയാണ്? 1 ഓം ആണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ? സീരീസ് അഥവാ ശ്രേണി രീതിയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം വളരെ കൂടുതലായിരിക്കും. സമാന്തരമാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇവിടുന്ന് പഠിച്ചു. എന്താണ്? ആദ്യത്തെ കേസിൽ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ 2 ബൾബും പ്രകാശിച്ചു, അല്ലെ? സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ 2 ബൾബ് എന്ത് ചെയ്യും? പ്രകാശിക്കും. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ 2 ബൾബുകളും എന്ത് ചെയ്യില്ല? പ്രകാശിക്കില്ല. അതായത് സീരീസ് അഥവാ ശ്രേണിയിൽ ഓരോ ഉപകരണത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണ്? ശ്രേണിയിൽ ഓരോ ഉപകരണത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ വി കാൻ കൺട്രോൾ ഡിവൈസ് വിത്ത് സെപ്പറേറ്റ് സ്വിച്ച്. അപ്പൊ കനോട്ട് കൺട്രോൾ ഡിവൈസ് വിത്ത് സെപ്പറേറ്റ് സ്വിച്ച്. പ്രത്യേക സ്വിച്ച് ഉപയോഗിച്ച് ഓരോ ഉപകരണത്തെയും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഏത് കണക്ഷനില്? സീരീസ് അഥവാ ശ്രേണിയിൽ. എന്നാൽ സമാന്തരമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമാന്തരമാണെങ്കിൽ ഓരോ ഉപകരണത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ക്യാൻ കൺട്രോൾ ഡിവൈസ് വിത്ത് സെപ്പറേറ്റ് സ്വിച്ചസ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കറിയാം, അല്ലെ? നമ്മുടെ വീട്ടിൽ സാധാരണ വയറിംഗ്, ഹൗസ് ഹോൾഡ് വയറിംഗ്, ഗൃഹവൈദ്യുതീകരണം എന്ന് പറയുന്നത് പാരലൽ ആണ് അഥവാ സമാന്തരമാണ്.
എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഫാൻ ഉണ്ടെങ്കിൽ ഫാൻ സെപ്പറേറ്റ് നമുക്ക് സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാം. ഒരു ബൾബ് ഉണ്ടെങ്കിൽ പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് ആ ബൾബിനെ നിയന്ത്രിക്കാം. അപ്പോൾ ഓരോ ഉപകരണത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റും, ഏതാണെങ്കിൽ സമാന്തര രീതിയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടുകളിൽ സമാന്തര രീതിയിൽ പാരലൽ കണക്ഷനിൽ വയറിങ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സീരീസ് അഥവാ പാരലൽ, ശ്രേണി അഥവാ സമാന്തരം എന്നുള്ളതിൽ പഠിക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടി പറയാം, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ശ്രേണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഉപകരണത്തിലൂടെയുള്ള കറണ്ട്, സർക്യൂട്ടിലുള്ള കറണ്ട് തുല്യമായിരിക്കും, എന്നാൽ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. എഫക്റ്റീവ് റെസിസ്റ്റൻസ് അഥവാ സഫല പ്രതിരോധം കൂടുതലായിരിക്കും. ഓരോ ഉപകരണത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയില്ല. ഇവിടെ റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ R = R1 + R2 ആണ്. സമാന്തരം അഥവാ പാരലൽ എന്താണ് പ്രത്യേകത? കറണ്ട് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. അതായത് എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ്, ഒരേ പൊട്ടൻഷ്യൽ വ്യത്യാസം ലഭിക്കും. പിന്നെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം കുറവായിരിക്കും. ഓരോ ഉപകരണത്തെയും പ്രത്യേകം സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ശ്രേണി സമാന്തരം ഈ ഫിഗർ കാണാതെ പഠിക്കരുത്. എന്താണ് ചെയ്യേണ്ടത്? ശ്രേണി സമാന്തരം എന്ന് പറയുമ്പോൾ ഫിഗർ കാണാതെ പഠിക്കരുത്. ശ്രേണി അഥവാ സീരീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ആ ഫിഗറിൽ ഒരു സിംഗിൾ പാത്തേ ഉണ്ടാവുള്ളൂ. കറണ്ടിന് പാസ് ചെയ്യുന്ന ഒരു സിംഗിൾ പാത്താണുള്ളതെങ്കിൽ അതായിരിക്കും എന്ത്, സീരീസ്. കറണ്ടിന് പാസ് ചെയ്യാൻ ഒന്നിലധികം പാത്ത് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും, അത് പാരലൽ ആയിരിക്കും. ആ രീതിയിൽ മനസ്സിലാക്കുക, അല്ലാതെ ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യരുത്, കാണാതെ പഠിക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും സീരീസ് തന്നെയാണ്. അപ്പൊ ഇത് പഠിച്ച ഒരാള്, ഈ ഒരു ഫിഗർ സമാന്തരമാണെന്ന് പഠിച്ച ഒരാള് സ്വാഭാവികമായും ഈ ഒരു ഫിഗർ കാണുമ്പോൾ സമാന്തരമാണ്, പാരലൽ ആണ് എന്ന് ഒരു തെറ്റിദ്ധാരണ വരും. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് സമാന്തരമല്ല, ഇത് പാരലൽ അല്ല, ഇത് സീരീസ് ആണ്. കാരണം എന്താ, ഇവിടെ കറണ്ടിന് പാസ് ചെയ്യാൻ ഒരു സിംഗിൾ പാത്തേ ഉള്ളൂ. അപ്പൊ ഇതും സീരീസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനിയിപ്പോ ഇങ്ങനെ ഒരു ഫിഗർ വരികയാണെങ്കിൽ സ്വാഭാവികമായും ഈ ഫിഗർ കണ്ട ആള് ഇത് കാണുമ്പോൾ സീരീസ് ആണെന്നാണ് വിചാരിക്കുക. ഇത് സീരീസ് അല്ല, ഇത് പാരലൽ ആണ്, സമാന്തരമാണ്. കാരണം എന്ത് ചെയ്യും, ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയാൽ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നിലധികം പാത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശ്രേണിയും സമാന്തരവും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ രണ്ട് സർക്യൂട്ട് വരയ്ക്കുകയാണ്. രണ്ട് പ്രതിരോധങ്ങളാണ്. അപ്പൊ ഇത് നിക്രോം ആണ്, നിക്രോം വയറാണ്. ഇത് കോപ്പർ വയറാണ്. ഇതും നിക്രോം വയറാണ്, ഇത് കോപ്പർ വയറാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ഫിഗറില് കറണ്ട് കടന്നു പോയാൽ ഇതില് ഏത് വയറായിരിക്കും കൂടുതൽ ചൂടാവുക? വിച്ച് മെറ്റീരിയൽ പ്രൊഡ്യൂസ് മോർ എമൗണ്ട് ഓഫ് ഹീറ്റിംഗ്? ഫിഗർ എ. അതേപോലെ വിച്ച് മെറ്റീരിയൽ പ്രൊഡ്യൂസ് മോർ എമൗണ്ട് ഓഫ് ഹീറ്റിംഗ്? ഫിഗർ ബി. ഇപ്പൊ ജൂൾ നിയമം, ജൂൾസ് ലോ പ്രകാരം എന്താ സമവാക്യം? H = I²RT. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സമവാക്യം കൃത്യമായി തന്നെ പഠിക്കണം. കാരണം ഇപ്പൊ ഇതില് റെസിസ്റ്റൻസ് കൂടുമ്പോൾ
ഹീറ്റ് കൂടുന്നു എന്ന കൺസെപ്റ്റ് ആണ് ഈ ഇക്വേഷനിൽ വരുന്നത്, ശരിയല്ലേ? അതേപോലെ ഈ ഇക്വേഷനിൽ വരുന്നത് എന്താ? റെസിസ്റ്റൻസ് കുറയുമ്പോൾ കൂടുതൽ ഹീറ്റ് വരുന്നു. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതിലിപ്പോ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? കാരണം ഈ സമവാക്യം പ്രകാരം റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടുമ്പോൾ ഹീറ്റ് താപം കൂടുന്നു. ഈ സമവാക്യ പ്രകാരം റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് അഥവാ താപം കൂടുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വളരെ സിമ്പിൾ ആണ്. ഇത് ഏതാ കണക്ഷൻ ഏതാ നോക്കുക. ഇത് സീരീസ് അല്ലേ? സീരീസ് അഥവാ ശ്രേണി. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് തുല്യമായിരിക്കും? കറണ്ട് I തുല്യമാണ് അല്ലെ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? H=I²RT. സീരീസ് കണക്ഷനിൽ നമുക്കറിയാം കറണ്ട് തുല്യമാണ്. അപ്പൊ കറണ്ട് തുല്യമാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടിയ പദാർത്ഥം കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിക്രോം, കോപ്പർ, ഇതിൽ ആരായിരിക്കും കൂടുതൽ ചൂടാവുക? സിമ്പിൾ ആണ്. ഏതാണ്? നിക്രോം ആയിരിക്കും. കാരണം നിക്രോമിന് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടുതലാണ്. നിക്രോമും കോപ്പറും റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടുതൽ നിക്രോമിനാണ് കേട്ടോ. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് കൂടിയ നിക്രോം കൂടുതൽ ചൂടാവും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. കാരണം എന്താ? ഇത് ഏതാണ് കണക്ഷൻ? ഇത് പാരലൽ കണക്ഷനാണ്. പാരലൽ എന്ന് പറയുമ്പോൾ സമാന്തരമാണ്. പാരലൽ കണക്ഷന്റെ പ്രത്യേകത നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളൂ. എന്താണ്? വോൾട്ടേജ് സെയിം ആണെന്ന് നമുക്കറിയാം അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എല്ലാ ഉപകരണങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ പ്രതിരോധത്തിനും തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് എന്താണ്? ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം വോൾട്ടേജ് തുല്യമാണെങ്കിൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തുല്യമാണെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞ ആൾക്കാണ് കൂടുതൽ ഹീറ്റ്. റെസിസ്റ്റൻസ് കുറഞ്ഞ ആളാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നന്നായി ചൂടാവുന്നത് ആരായിരിക്കും? കോപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റെസിസ്റ്റൻസ് കൂടുന്ന എല്ലാ സമയത്തും ഹീറ്റ് കൂടില്ല. കറണ്ട് സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടും. വോൾട്ടേജ് സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് എന്ത് ചെയ്യുക? ഹീറ്റ് കൂടുക. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അപ്പൊ എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു പാർട്ടാണത്. എപ്പോഴും ഓർത്ത് വെക്കുക, റെസിസ്റ്റൻസ് കൂടുമ്പോൾ എപ്പോഴും ഹീറ്റ് കൂടുന്നു എന്ന കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരരുത്. കറണ്ട് സെയിം ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഹീറ്റ് കൂടും. വോൾട്ടേജ് സെയിം ആണെങ്കിലോ റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഹീറ്റ് കൂടും. ഓക്കെ, അത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കണം. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇസ്തിരിപ്പെട്ടിയിൽ ഒരു പദാർത്ഥം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത്. ഇസ്തിരിപ്പെട്ടിയിലൊക്കെ ഉപയോഗിക്കുന്ന ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത് നിക്രോം ആണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഇസ്തിരിപ്പെട്ടി ഉണ്ടായിരിക്കും. അതിലൊരു മെറ്റീരിയൽ ഉണ്ട്, ഒരു ചാലകമുണ്ട്. അത് നിക്രോം കമ്പിയാണ്. ഈ നിക്രോം കമ്പിയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ചൂടാവുകയാണ്. അപ്പോ പഠിച്ചു വെക്കുക, ഇസ്തിരിപ്പെട്ടിയിൽ ഉപയോഗിക്കുന്ന ചാലകം ഏതാണ്? ഹീറ്റിംഗ് കോയിൽ ഏതാണ്? നിക്രോം. അത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിക്രോം ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്? അപ്പൊ 4 പ്രത്യേകതകൾ ഓർത്തു വെക്കണം. ഒന്ന്, ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി. 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റിവിറ്റി. അപ്പൊ എന്താണ് ഫസ്റ്റ് പോയിന്റ്? നിക്രോമിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാല്? അത് നമുക്ക് അറിയണമല്ലോ. എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാല്? ഏത് ടെമ്പറേച്ചറിലാണ്
അത് മെൽറ്റ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റിൽ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്. നമുക്കറിയാം നിക്രോം ഇസ്തിരിപ്പെട്ടി എന്ന് പറയുമ്പോൾ ഒരുപാട് താപം ഉപയോഗിക്കപ്പെടേണ്ട ഒരു ഉപകരണമാണ്. അപ്പൊ അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പെട്ടെന്ന് ഉരുകാനുള്ള സാധ്യത ഉണ്ട്. മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് ഉരുകാനുള്ള സാധ്യത ഇല്ല. അപ്പൊ അതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് ദ്രവണാങ്കം എങ്ങനെയായിരിക്കണം? ഉയർന്ന ദ്രവണാങ്കമായിരിക്കണം. എങ്ങനെയായിരിക്കണം? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഉയർന്ന ദ്രവണാങ്കമായിരിക്കണം. പിന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് റെഡ് ഹോട്ട് കണ്ടീഷൻ. പിന്നെ നിക്രോമിന്റെ പ്രത്യേകത കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ചുട്ടുപഴുത്ത് ആ ഒരു അവസ്ഥയിൽ കുറെ നേരം ഇങ്ങനെ നിലനിൽക്കും. അപ്പൊ നിക്രോമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം. അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിലനിൽക്കാനുള്ള ഒരു കഴിവുണ്ട് നിക്രോമിന്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിക്രോം എന്ന് പറയുന്നത് അലോയ് ആണ്. ഏതിന്റെ അലോയ് ആണ്? അലോയ് ഓഫ് നിക്കൽ, അയേൺ, ക്രോമിയം, മാംഗനീസ്. അപ്പൊ ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ് നിക്കൽ, അയേൺ, ക്രോമിയം, മഗ്നീഷ്യം. അതിൽ ഓട് വൺ ഏത്? ഒറ്റപ്പെട്ടത് ഏത്? ഏതാണ് ഒറ്റപ്പെട്ടത്? മഗ്നീഷ്യം ആണ്. കാരണം നിക്രോമിന്റെ അലോയ് ഏതൊക്കെയാണ്? നിക്കല്, അയേണ്, ക്രോമിയം, മാംഗനീസ്. അത് എപ്പോഴും ഓർത്തു വെക്കേണ്ട കാര്യമാണ്. നിക്രോം ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ ലോങ് ടൈം, അതായത് ചുട്ടുപഴുത്ത അവസ്ഥയിൽ കൂടുതൽ നേരം നിലനിൽക്കാനുള്ള കഴിവ്. പിന്നെന്താണ്? നിക്കല്, അയേണ്, ക്രോമിയം, മാംഗനീസ് എന്നിവയുടെ ലോഹസങ്കരാണ്, അലോയ് ആണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഹീറ്റിംഗ് ഓയിൽ നിക്രോം ആയിട്ട് ഇസ്തിരിപ്പെട്ടിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഇസ്തിരിപ്പെട്ടിയൊക്കെ കുറെ കാലപ്പഴക്കം ചെന്ന ഇസ്തിരിപ്പെട്ടിയാണെങ്കിൽ ചിലപ്പോൾ ചൂടാവാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ടാവും. അതിന് കാരണം എന്താ? ഇസ്തിരിപ്പെട്ടിയിൽ നിക്രോം ഉണ്ടായിരിക്കും. അത് കുറെ കാലം കഴിയുമ്പോൾ ഇങ്ങനെ തേഞ്ഞ് പോയിണ്ടാവും. അപ്പൊ അത് നമ്മൾ കടയിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് പുതിയ നിക്രോം കമ്പി വെക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്, ഫ്യൂസ് വയർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതി വിടുക. ഓക്കെ, താങ്ക് യു.